ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉള്ളിൻ്റെ നാലിലൊരു ഭാഗം മാത്രമേ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3-4 വെളുത്തുള്ളിൻ്റെ അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 ആൾക്ക് കഴിക്കാൻ പറ്റിയ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കളർ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുളിയില്ലാതെ തൈരാണ് എടുത്തിട്ടുള്ളത്. മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടാണ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നതും ചെയ്യുന്നില്ല. ടേസ്റ്റി മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.